സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 3 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മീൻപിടുത്ത തൊഴിലാളിക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്, പുഴകൾ കരകവിഞ്ഞു. അടുത്ത 3 ദിവസം മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നു. വരുന്ന 3 ദിവസം സംസ്ഥാനത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവധിയില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ആദ്യം ചേരുന്നു. ഗുഡ് ഈവനിങ് അലക്സ് റാം. ഈ മഴ മുന്നറിയിപ്പിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ, പൊതുവിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു, അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് അവരുടെ മുന്നറിയിപ്പായി വരുന്നത്. ഈ 3 ദിവസവും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രത വേണം. മലയോര മേഖലകൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മലയോര മേഖല, അത് വടക്കൻ കേരളത്തിലാകട്ടെ മധ്യ കേരളത്തിലാകട്ടെ, ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 300 മില്ലിമീറ്ററിന് മുകളിൽ മഴ ഇടുക്കിയിൽ പലയിടത്തും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തുമ്പോൾ ഏതാണ്ട് 200 അല്ലെങ്കിൽ 240 മില്ലിമീറ്റർ വരെ മഴ മുണ്ടക്കൈ പോലുള്ള പ്രദേശത്ത് വയനാട് ജില്ലയിൽ രേഖപ്പെടുത്തുന്നു. അത്തരത്തിൽ ഈ ഫ്രജൈലായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തരം മഴ കാര്യമായി പെയ്യുന്നുണ്ട്, തീവ്ര മഴ ലഭിക്കുന്നുണ്ട്. അതിനാൽ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഈ മേഖലയിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്നും, അതായത് ഈ രാത്രിയും നിലനിൽക്കുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇടുക്കിയിലും മലപ്പുറത്തും വയനാടും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 21 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൻ്റെ അർത്ഥം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിശക്തമായ മഴ ഈ ജില്ലകളിൽ ഉണ്ടാകും. അതായത് 11 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിച്ചേക്കാം എന്നുള്ളതാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിലുമുണ്ട്. നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അവിടെ തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് എറണാകുളത്തും ഇടുക്കിയിലും തൃശ്ശൂരിലും മലപ്പുറത്തും വയനാടുമാണ് നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത തുടരണം. തീരവുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. അത് മാത്രമല്ല, ഈ മലയോര മേഖലയിൽ ഇത്തരത്തിൽ മഴ ഇങ്ങനെ നിന്നു പെയ്യുന്ന പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളോട് തയ്യാറായിരിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അടുത്ത 3 ദിവസം അവധിയില്ല എന്നുള്ള കാര്യം ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് അവധികൾ ക്യാൻസൽ ചെയ്യുന്നതിനും അവരെല്ലാം ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിർദ്ദേശം മന്ത്രി അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട്. അത്തരം ജാഗ്രത സർക്കാർ സംവിധാനങ്ങളടക്കം പാലിക്കുന്നു. ജാഗ്രത തുടരേണ്ടതുണ്ട്. പല നദികളിലേക്കുമൊക്കെയുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ നദികളുടെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാണ്. അതിനാൽ അത്തരം ജാഗ്രതയും കൂടെ പാലിക്കണം. ഈ മഴയുടെ കാരണമായി പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ കാലവർഷം സജീവമാകാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പല ജില്ലകളിലും മഴ കാര്യമായി പെയ്യുന്നുവെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്. സ്ഥലങ്ങൾ ഞാൻ വായിക്കുന്നില്ല. അത്ര കൂടുതൽ സ്ഥലങ്ങളിൽ തീവ്രമായ മഴയുണ്ടെന്നാണ് അവർ അറിയിക്കുന്നത്.